സമഗ്രമായ അന്വേഷണം വേണം എന്ന് ആവശ്യപ്പെട്ടത് ഹൈക്കോടതിയോട് ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡും അതുപോലെ ദേവസ്വം വകുപ്പുമാണ്. വിജയ് മല്യ കൊടുത്തിരുന്ന ആ ഒരു സ്വർണം അവിടെ ഇല്ലാതായി എന്നുള്ളതിന് രേഖാമൂലം അത് ഉറപ്പുവരുത്തി കൊടുത്ത് ഈ പറയുന്ന പോലെ അവിടെ കൃത്യമായ മോഷണത്തിന് ഒരു മൗനസമ്മതം നൽകിയത് ഈ പറയുന്ന ഗവൺമെന്റും ഈ പറയുന്ന ദേവസ്വം ബോർഡിന്റെ അറിവോടുകൂടിയാണെന്ന് ഞങ്ങൾ സംശയിച്ചാൽ എന്താണ് അതിന് തെറ്റ്? മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളോട് ഈ ശബരിമല വിഷയത്തിൽ കൈവിലങ്ങണിഞ്ഞ് ആരൊക്കെയാണ് ജയിലിൽ പോകുക എന്ന് നമുക്ക് നോക്കിക്കാണാമെന്ന് അദ്ദേഹം പറഞ്ഞു. ശരിയാണ്, അന്വേഷണം നല്ല രീതിയിൽ നടക്കുന്നു എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. ഈ കൈവിലങ്ങണിഞ്ഞ് പോകാൻ സാധ്യതയുള്ളത് ഉദ്യോഗസ്ഥർ മാത്രമല്ലേ? സ്വർണം കടത്തുന്നവരുടെ കൂട്ടത്തിലെല്ലാം പ്രത്യക്ഷപ്പെടുന്ന ഒരാളായി കേരളത്തിലെ മുഖ്യമന്ത്രി മാറുന്നത് അവിശ്വസനീയമാണോ അവിചാരിതമാണോ എന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല. നമസ്കാരം. ശബരിമല സ്വർണ്ണക്കവർച്ച കേസിലെ അന്വേഷണം ദേവസ്വം ബോർഡിൽ എത്തി നിൽക്കുമ്പോൾ വിഷയത്തിൽ കൈമാറ്റിയ അന്നത്തെ ദേവസ്വം ബോർഡും ഇന്നത്തെ ദേവസ്വം ബോർഡും പൊതുജനങ്ങളോട് ഇനിയിപ്പോൾ എന്താണ് പറയുക? ബോർഡിനെ സംരക്ഷിക്കാൻ ഇനിയും സർക്കാരിന് കഴിയുമോ? പരിശോധിക്കാം. എനിക്കിപ്പം CPM നേതാവ് M പ്രകാശൻ മാസ്റ്റർ, കോൺഗ്രസ് നേതാവ് JS അഖിൽ, BJP നേതാവ് V മനുപ്രസാദ് എന്നിവർ ചേരുകയാണ്. എല്ലാ അതിഥികൾക്കും സ്വാഗതം ചർച്ചയിലേക്ക്. ശ്രീ M പ്രകാശൻ മാസ്റ്റർ, ശബരിമലയിലെ സ്വർണ്ണക്കവർച്ച സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ മാത്രം ഒതുങ്ങുന്നതല്ല. അത് അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. ദേവസ്വം വിജിലൻസിൻ്റെ അന്വേഷണം അത് ബോർഡ് വരെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ SITയുടെ അന്വേഷണവും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ 2019 ദേവസ്വം ഭരണസമിതി പ്രതിപ്പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് രണ്ടാം FIRൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങളൊക്കെ, സൂചനകളൊക്കെ അങ്ങനെയാണ്. എന്നിട്ടും വകുപ്പ് മന്ത്രി, ദേവസ്വം മന്ത്രി VN വാസവൻ പറയുന്നത് ബോർഡിന് യാതൊരു പങ്കുമില്ല ഇതിലൊന്നും എന്നാണ് പറഞ്ഞത്. വാസവൻ പറഞ്ഞത് 2019 ബോർഡിനായാലും ഇപ്പോഴത്തെ 2025 ബോർഡിനായാലും ഇതിൽ യാതൊരു പങ്കുമില്ല എന്നാണ് പറഞ്ഞത് ദേവസ്വം മന്ത്രി. കേട്ടിരുന്നില്ല അത്? ഇതിൽ ഈ ശബരിമലയിലെ വിവാദം ആരംഭിക്കുന്നത് ആഗോള അയ്യപ്പ സംഗമം നടക്കുന്നതിന് 5 ദിവസക്കാലം മുമ്പ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഉന്നയിച്ച ആക്ഷേപം മുതലാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്നതാണ്. ആ ആക്ഷേപം ഉന്നയിക്കപ്പെടുന്നതിനെ തുടർന്ന് ഏതാണ്ട് 4-5 ദിവസക്കാലം അദ്ദേഹത്തെ കൊണ്ടു നടന്നത് കേരളത്തിലെ കോൺഗ്രസും BJPയുമാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അത് സംബന്ധിച്ച് അന്വേഷിക്കാൻ ഹൈക്കോടതി ആവശ്യപ്പെട്ടതിനെ തുടർന്ന് വിജിലൻസ് അന്വേഷണം നടത്തിയപ്പോൾ കാണാൻ വേണ്ടി കഴിഞ്ഞത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് അദ്ദേഹം കാണാതായി എന്ന് പറയുന്ന പീഠം കണ്ടെടുത്തു എന്നുള്ളതാണ്. ഇവിടെ ഈ വിഷയത്തോട് നിലവിലുള്ള ഭരണസമിതി ബോർഡ് സ്വീകരിച്ച, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സ്വീകരിച്ച നിലപാട്, നിലവിലുള്ള ദേവസ്വം മന്ത്രി അതുപോലെ തന്നെ ദേവസ്വം വകുപ്പ്, ഗവൺമെൻറ് അവർ സ്വീകരിച്ച നിലപാട് പകൽ വെളിച്ചം പോലെ വ്യക്തമാണ്. ഇപ്പോൾ ഈ പറയുന്ന സ്വർണം പൂശലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിട്ടുള്ള കാര്യങ്ങളിൽ ഇതുവരെ ആരെങ്കിലും എന്തെങ്കിലും നിലക്കുള്ള ആക്ഷേപങ്ങൾ ഉന്നയിച്ചിട്ടില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ അക്കാര്യങ്ങളിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായ നിലക്ക് അതിൻ്റെ എല്ലാ വിശദാംശങ്ങളും കൂടി പറഞ്ഞിട്ടുണ്ട്. കൃത്യമായ രേഖകളോടെ, കൃത്യമായ പരിശോധനയോടെ, കൃത്യമായ വിജിലൻസ് സംവിധാനം ഏർപ്പെടുത്തിക്കൊണ്ടാണ് ആ കാര്യങ്ങൾ ചെയ്തത് എന്നുള്ളത് ഇന്ന് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അതിനിടയിലാണ് 2019 വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള വിഷയങ്ങൾ ഉയർന്നു വന്നത്. ആ വിഷയത്തോട് എന്താണ് നിലവിലുള്ള ഗവൺമെൻറ് അതുപോലെ തന്നെ നിലവിലുള്ള ബോർഡ്, നിലവിലുള്ള മന്ത്രി എടുത്ത നിലപാട് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ കാര്യങ്ങളെ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം വേണം എന്ന് ആവശ്യപ്പെട്ടത് ഹൈക്കോടതിയോട് ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡും അതുപോലെ ദേവസ്വം വകുപ്പുമാണ്. ഇവിടെ ഈ വിഷയത്തിനകത്ത് കോൺഗ്രസ് ആവശ്യപ്പെട്ട കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. CBI അന്വേഷണം വേണമെന്നാണ്. കേരളത്തിലെ അന്വേഷണം ശരിയാവില്ല, കൊള്ളില്ലെന്നാണ്. പക്ഷേ ഹൈക്കോടതി ഈ വിഷയം സംബന്ധിച്ച് പരിശോധിച്ചിട്ടുള്ള ദേവസ്വം വിജിലൻസിനെ അഭിനന്ദിക്കുന്ന ഒരു നിലയാണ് അതിൻ്റെ ഉത്തരവിലുണ്ടായത്. എന്നു മാത്രമല്ല, അവർ സ്വീകരിച്ച എല്ലാ നടപടികളും ദേവസ്വം വിജിലൻസ് നടത്തിയിരിക്കുന്ന അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്ന പ്രാഥമിക റിപ്പോർട്ടും. പക്ഷേ ഞാൻ ഒരു കാര്യം, ഒരു സംശയം ചോദിച്ചോട്ടെ. ഇതൊരു ആസൂത്രിതമായ ഒരു തട്ടിപ്പ് തന്നെയാണ് അവിടെ നടന്നിരിക്കുന്നത്. അതിന് പിന്നിൽ ആരാണ്, എന്താണ് എന്നുള്ളതൊക്കെ ഇനി SITയുടെ അന്വേഷണമൊക്കെ കഴിഞ്ഞ് കോടതിക്ക് മുമ്പിൽ എത്തിയിട്ടൊക്കെ ആയിരിക്കും നമുക്ക് കൃത്യമായ വിവരങ്ങൾ ലഭിക്കുക. പക്ഷേ ഇത്തരത്തിൽ വലിയൊരു കളവ്, ആസൂത്രിതമായൊരു കളവ് നടക്കുമ്പോൾ അതിൻ്റെ തലപ്പത്തുള്ള ആ ബോർഡിൻ്റെ ആളുകൾക്കോ ദേവസ്വം ബോർഡിൻ്റെ ആളുകൾക്കോ അല്ലെങ്കിൽ അത് ആ രാഷ്ട്രീയമായിട്ടും നമ്മൾ നോക്കേണ്ടതുണ്ട്. അവിടെ രാഷ്ട്രീയ പ്രേരിതമായ ചില കാര്യങ്ങളും ഉണ്ടാവാൻ സാധ്യതയില്ലേ അതിനകത്ത്? അല്ല, ഇതിൽ കേരളത്തിലെ പ്രതിപക്ഷം, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ കുറ്റമാകെ തന്നെ ചില വ്യക്തികളിൽ ആരോപിക്കാനാണ്. ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഈ കാര്യം അറിയാം എന്ന് അദ്ദേഹം പറയുന്നു. നേരത്തെ ഉണ്ണികൃഷ്ണൻ പോയിട്ട് ഈ കാര്യം പറഞ്ഞ ഉടനെ അദ്ദേഹം പറഞ്ഞു 4 കിലോ സ്വർണം കട്ട് അദ്ദേഹത്തിന് എടുത്ത വിവരം. അവിടെയുള്ള വിവരം ഈ കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം അന്വേഷണം നടക്കുകയാണല്ലോ. അതിനു മുമ്പേ
ഈ പറയുന്ന ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന് പറയുന്ന പോലെയുള്ള അവരുടെ ഈ തത്രപ്പാട് അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് കണ്ടിട്ടുള്ളതിൻ്റെ തുടർച്ചയാണ്. ഇപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക് ബിരിയാണി ചെമ്പിൽ സ്വർണം കൊണ്ടുപോയി എന്നും അതുപോലെ തന്നെ ഈത്തപ്പഴത്തിൻ്റെ ഉള്ളിൽ സ്വർണം കൊണ്ടുപോയി എന്നും ഖുറാനകത്ത് സ്വർണം കൊണ്ടുപോയി എന്നെല്ലാമുള്ള ആക്ഷേപങ്ങൾ എത്ര ശക്തമായ നിലക്കാണ് ഏതാണ്ട് ഒരു കൊല്ലക്കാലം ഇവരെല്ലാം ഉന്നയിച്ചത്. നിങ്ങൾ മാധ്യമങ്ങളെല്ലാം അതിനെ പിന്തുണച്ചത്. പക്ഷേ എന്താണ് ഉണ്ടായത് എന്നുള്ളതിൻ്റെ എല്ലാം കേസ് ഇപ്പോൾ വന്നു. ഒരൊറ്റ കേസിനകത്തും എന്തെങ്കിലും പറയാനില്ല. ഇതിനിടയിൽ തന്നെ ഒരു വെടി പൊട്ടിച്ചത് നമ്മളെല്ലാം കണ്ടല്ലോ. വളരെ ചെറിയ കുട്ടിയായിരിക്കുന്ന കാലത്ത് മുഖ്യമന്ത്രിയുടെ മകനെതിരായിട്ട് വിജിലൻസ് നോട്ടീസ് അയച്ചു, CBI നോട്ടീസ് അയച്ചു എന്ന് പോലും പറയാൻ പാകത്തിലുള്ള പക്വതയില്ലായ്മ നമ്മുടെ രാഷ്ട്രീയത്വം കാണിക്കുന്ന മറ്റൊന്നും കൊണ്ടല്ല. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണല്ലോ ഒരു ഗവൺമെൻറ് രണ്ടാം ഊഴം നേടുന്നത്. ആ രണ്ടാം ഊഴം നേടിയ ഗവൺമെൻറ് മൂന്നാം ഊഴം കൂടി നേടിയെങ്കിലോ എന്ന വെപ്രാളത്തിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഇതൊരു വലിയ വിഷയമായിട്ട് ഉന്നയിക്കാൻ കേരളത്തിലെ പ്രതിപക്ഷം പ്രത്യേകിച്ച് കോൺഗ്രസ് മുന്നോട്ടേക്ക് വരുന്നത്. നിങ്ങളെല്ലാം അതിനെ പിന്തുണക്കുന്നതും ഏതാണ്ട് ആ ലക്ഷ്യത്തോടെ തന്നെയാണ്. ഞാൻ മാഷിലേക്ക് വരാം. ശ്രീ JS അഖിൽ, ഇപ്പോൾ പ്രകാശ് മാഷ് പറഞ്ഞതുപോലെ തന്നെ അങ്ങനെ UDFിൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ചില നീക്കങ്ങളുണ്ടോ? ഇപ്പോൾ UDF കാലത്തെ ശബരിമലയിലെ ഇടപാടുകളും അന്വേഷിക്കണമെന്നാണ് ഇന്നിപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്ത് പറയുന്നത് കേട്ടില്ല അത്? തീർച്ചയായിട്ടും ഈ അദ്ദേഹം പറയുന്ന കാര്യത്തിനകത്ത് കൃത്യമായി ഞങ്ങൾക്കൊരു മറുപടി തന്നെ പറയാനുണ്ട്. ഈ പറയുന്നത് പോലെ 1999 വിജയ് മല്യ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ക്ഷേത്ര ശ്രീകോവിലേക്കും അവിടുത്തെ ദ്വാരപാലക വിഗ്രഹത്തിലേക്കും നൽകിയ സ്വർണം ഉൾപ്പെടെയുള്ള സ്വർണം അത് അല്ല എന്ന് പറഞ്ഞ് ഈ പറയുന്ന പോലെ ദേവസ്വം ബോർഡിൻ്റെ തന്നെ സർക്കുലറിനകത്ത് വളരെ കൃത്യമായി അവർ കൊടുത്തിരിക്കുന്ന അഫിഡവിറ്റിനകത്ത് അത് അങ്ങനെയല്ല, അത് ചെമ്പാണെന്ന് വരുത്തി തീർക്കാൻ നേതൃത്വം കൊടുത്തത് ഇതേ ദേവസ്വം ബോർഡാണ്. 2019 ഈ പറയുന്നത് പോലെ പത്മകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കുന്ന കാലയളവിൽ, കടകംപള്ളി സുരേന്ദ്രൻ അദ്ദേഹം മന്ത്രി ആയിരിക്കുന്ന കാലയളവിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്നത് പോലെ അന്ന് ഈ വിജയ് മല്യ കൊടുത്തിരുന്ന ആ ഒരു സ്വർണം അവിടെ ഇല്ലാതായി എന്നുള്ളതിന് രേഖാമൂലം അത് ഉറപ്പുവരുത്തി കൊടുത്ത് ഈ പറയുന്ന പോലെ അവിടെ കൃത്യമായ മോഷണത്തിന് ഒരു മൗനസമ്മതം നൽകിയത് ഈ പറയുന്ന ഗവൺമെന്റും ഈ പറയുന്ന ദേവസ്വം ബോർഡിന്റെ അറിവോടുകൂടിയാണെന്ന് ഞങ്ങൾ സംശയിച്ചാൽ എന്താണ് അതിന് തെറ്റ്? ഈ പറയുന്ന ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി, അദ്ദേഹം ആരാണ്? ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പറ്റിയുള്ള വിശദമായ ഒരു വിവരം നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കൂ. അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രിയുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രിയും കേരളത്തിന്റെ DGPക്കും ശബരിമലയിലേക്കുള്ള വാഹനം കൈമാറുന്ന ചിത്രം പോലും മാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടതാണ്. അദ്ദേഹത്തിന് എന്താണ് ഈ ദേവസ്വം ബോർഡിൽ അദ്ദേഹത്തിന് എന്താണ് കാര്യം? ഈ ബഹുമാനപ്പെട്ട ദേവസ്വം വകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളോട് അദ്ദേഹത്തിന്റെ ബന്ധം എന്താണ്? അദ്ദേഹത്തിന് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ വിവിധ നേതാക്കളുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ബന്ധം എന്താണ്? ഈ ശബരിമലയിൽ ഇത്രമാത്രം സ്വാധീനം അദ്ദേഹത്തിന് എങ്ങനെ ഉണ്ടായി? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അദ്ദേഹം ഒരു സ്പോൺസർ ആണെങ്കിൽ തന്നെ ഇപ്പോൾ വിജയ് മല്യ 1999 ഈ പറയുന്ന വിഗ്രഹത്തിലേക്ക് സ്വർണം പൂശുവാനായി അദ്ദേഹത്തിന്റെ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ അത് നടത്തിയത് ഈ പറയുന്ന സന്നിധാനത്ത് തന്നെ അതിനുള്ള സൗകര്യം ഒരുക്കി അത് ദേവസ്വത്തിന്റെ സ്വത്തുകൾ, അയ്യപ്പന്റെ സ്വത്തുകൾ പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ള കർശന നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ അത് അവിടെ ചെറുകെ ഈ പറയുന്ന NJR ജൂവലറിയുടെ നേതൃത്വത്തിൽ അവിടെ ഇട്ട് സ്വർണം പൂശുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷേ ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിലേക്ക് ഈ 2019 എന്ത് അടിസ്ഥാനത്തിലാണ് ദേവസ്വം ബോർഡ് ഈ പറയുന്ന ദേവന്റെ സ്വത്തായിട്ടുള്ള ഈ സ്വർണ്ണ ഗോപുരവും ഈ സ്വർണ്ണ വിഗ്രഹങ്ങളും കൊടുത്തു വിടേണ്ട ഒരു സാഹചര്യം എങ്ങനെ ഉണ്ടായി? അത്രമാത്രം വിശ്വാസം ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്ക് ഈ ദേവസ്വം ബോർഡിന് എങ്ങനെ ഉണ്ടായി? ഏതെങ്കിലും ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥരെ അദ്ദേഹത്തിന്റെ കൂടെ കൂടെ ചേർത്ത് വിടേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. അതില്ല എന്നുള്ളത് തെളിഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ശബരിമലയിൽ നിന്നും ഈ പറയുന്ന സ്വർണ്ണ തകിടുമായി പോകുന്ന സമയത്ത്, ആ ശബരിമലയിൽ നിന്ന് കൊണ്ടുപോകുന്ന സമയത്ത് എന്തിനാണ് 30 ദിവസം എടുത്തുകൊണ്ട് അദ്ദേഹം ഈ പറയുന്നത് പോലെ നമ്മുടെ സ്മാർട്ട് സൊല്യൂഷൻ എന്ന് പറയുന്ന ആ കമ്പനിയിലേക്ക് എത്തിക്കാനായിട്ട് എടുത്തത് 30 ദിവസമാണ്. 39 ദിവസമാണ്. ആ 39 ഏകദേശം 40 ദിവസത്തോളം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ആ 40 ദിവസം കൊണ്ട് എന്താണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്? അദ്ദേഹം ഇത് കൊണ്ടുപോയി വിവിധ സ്ഥലങ്ങളിൽ പൂജ നടത്തി എന്ന് പറയുന്നു. ഇത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥ സ്വർണത്തെ മാറ്റി അവിടെ പകരം ചെമ്പ് സ്ഥാപിച്ചുകൊണ്ട് ആരുടെയൊക്കെയോ അറിവോടുകൂടി ആരുടെയൊക്കെയോ മൗനസമ്മതത്തോടു കൂടി തന്നെയാണ് ഇത് കൃത്യമായ മോഷണം നടത്തിക്കൊണ്ട് തന്നെയാണ് ഇത് മുന്നോട്ട് പോയിരിക്കുന്നത്. ഇതിപ്പോ പറയുന്ന മറ്റേ സിനിമയിലൊക്കെ പറയുന്നത് പോലെ ഡെപ്പിക്കകത്ത് താക്കോൽ എന്ന് പറയുന്നത് പോലെ കൃത്യമായി ഇപ്പൊ അവിടെ സ്വർണമുണ്ടോ എന്നുള്ള കാര്യത്തിൽ ദേവസ്വം ബോർഡിനോ കേരളം ഭരിക്കുന്ന സംസ്ഥാന സർക്കാരിനോ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കോ ഈ കേരളത്തിലെ ദേവസ്വം ബോർഡിനോ ഒരു മറുപടി വ്യക്തമായി പറയാൻ കഴിയാത്ത സാഹചര്യത്തിൽ അവിടെ കൃത്യമായ കളങ്കം നടന്നിരിക്കുന്നു, മോഷണം നടന്നിരിക്കുന്നു. അപ്പൊ ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷം എന്നുള്ള നിലയിൽ ഞങ്ങൾക്കത് ചൂണ്ടിക്കാണിക്കുകയും ഞങ്ങളുടെ പ്രതിപക്ഷ
നേതാവിന് അത് തുറന്നു പറയേണ്ട സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങളത് പറയാൻ പാടില്ല, നിങ്ങളത് ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന് ഏത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് പറയാൻ കഴിയുന്നത്? അവിടെ നമുക്ക് മറുപടി പറയേണ്ടത്, ഇങ്ങനെ പൊതുജനത്തിന്റെ സ്വത്തായിട്ടുള്ള, അയ്യപ്പന്റെ സ്വത്തായിട്ടുള്ള ഈ സ്വർണം മോഷണം പോയിട്ടുണ്ടെന്ന്, ആ മോഷണം പോയിട്ടുള്ളതിന് യാഥാർത്ഥ്യമുണ്ട് എന്നുള്ളത് കോടതി തന്നെ ബോധ്യപ്പെട്ട് അത് ഒരു അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുന്നോട്ട് വയ്ക്കുന്ന സാഹചര്യത്തിൽ അതിനെ പിന്തുണക്കിയല്ലാതെ ഒരു പ്രതിപക്ഷത്തിന് ഏത് തരത്തിലാണ് മറ്റൊരു തരത്തിൽ തീരുമാനമെടുക്കാൻ കഴിയുന്നത്? ഞാൻ അഖിലേക്ക് വരാം, മനുവിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് പ്രകാശം മാസ്റ്ററിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. പ്രകാശം മാസ്റ്റർ, ഇപ്പോൾ ഈ അഖിൽ പറഞ്ഞ കാര്യം, ഈ ലോഹഭാഗങ്ങളുണ്ടല്ലോ, ശ്രീകോവിലിന് മുമ്പിലെ ലോഹഭാഗങ്ങൾ, അത് സ്വർണ്ണമോ ചെമ്പോ ആ കാര്യത്തിലൊക്കെ വലിയ തർക്കങ്ങൾ നടക്കുന്നുണ്ട്. അത് അഴിച്ചെടുത്ത് 39 ദിവസങ്ങൾ കഴിഞ്ഞാണ് ചെന്നൈയിൽ എത്തിക്കുന്നത്. മറ്റൊന്ന്, ഈ ലോഹപാളികൾ പലരുടെയും വീടുകളിൽ വരെ കൊണ്ടുപോയി പ്രദർശിപ്പിക്കുന്നു, പൂജ നടത്തുന്നു, ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. ഇതൊക്കെ ഒരു തരത്തിൽ പറഞ്ഞാൽ ശബരിമലയുടെ ആചാര ലംഘനം കൂടിയാണ് നടന്നിരിക്കുന്നതൊക്കെ. ഇത്തരത്തിലൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ ആരാണ് അനുമതി കൊടുക്കുന്നത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക്? അപ്പോഴാണ് പൊതുജനത്തിന് സംശയം വരുന്നത്, ഉണ്ണികൃഷ്ണൻ പോറ്റി ആരാണ്, അയാളുടെ ബന്ധങ്ങൾ എന്താണ് എന്ന് തോന്നുന്നത്. അങ്ങനെ തോന്നുന്നില്ലേ നമുക്ക്? ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയുടെ കൂടെ നിൽക്കുന്ന ഫോട്ടോ മാത്രം എന്തുകൊണ്ടാണ് അദ്ദേഹം കാണാതിരിക്കുന്നത് എനിക്കറിയില്ല. ഞങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ കഴിയും, സോണിയാഗാന്ധിയുടെ ആൾക്കാരല്ല നമ്മുടെ സർക്കാരിന്റെ തലപ്പത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഒരു നിലക്കുമുള്ള ബന്ധം CPM-ന്റെ ഒരു നേതാവിനുമില്ല എന്ന കാര്യം പറയുന്നതിലേക്ക് ഒരു പ്രയാസമില്ല. പിന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമല്ല, അവിടെ ഈ പറയുന്ന പോലെ സ്പോൺസേഴ്സ്, ആ സ്പോൺസറായിട്ട് അദ്ദേഹത്തെ വരുന്നത് UDF ഭരണകാലത്താണ് എന്നുള്ളത് അദ്ദേഹത്തിന് ചരിത്രം പരിശോധിച്ച് കാണാൻ വേണ്ടി കഴിയും. പിന്നെ ഇവിടെ ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത് നമ്മുടെ ദേവസ്വം ബോർഡ് ഈ കാര്യം സംബന്ധിച്ച് ഇതിൽ സ്വർണ്ണമില്ല എന്ന് പറയുന്ന അഫിഡവിറ്റ് കൊടുത്തു. പഴയ ബോർഡ് അഫിഡവിറ്റേ കൊടുത്തിട്ടില്ല, പുതിയ ബോർഡാണ് ഈ പറയുന്ന പോലെ ചില കാര്യങ്ങൾ പറഞ്ഞത്. പുതിയ ബോർഡ് അത്തരം ഒരു അഫിഡവിറ്റ് കൊടുത്തിട്ടേ ഇല്ല എന്ന് മാത്രമല്ല, പഴയ ബോർഡ് കൊടുത്തിട്ടില്ല, പഴയ ബോർഡിനോട് അഫിഡവിറ്റ് ചോദിച്ചിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെ കൊടുക്കുന്നത്? പിന്നെ അതുപോലെ തന്നെ ദേവസ്വം വിജിലൻസ് ആണല്ലോ ഇത് അന്വേഷിച്ചത്. ദേവസ്വം വിജിലൻസ് അതിൻ്റെ റിപ്പോർട്ടിൽ എവിടെയും ദേവസ്വം ഭരണസമിതിയെ, ദേവസ്വം ബോർഡിനെ കുറ്റപ്പെടുത്തിയിട്ടില്ല, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. ഇവിടെ ഇപ്പം നടക്കുന്ന അന്വേഷണത്തിൽ ഉണ്ട് എന്നുള്ളത് ഞാൻ അറിയാലോ. പിന്നെ ഈ അന്വേഷണം സംബന്ധിച്ചിടത്തോളമുള്ള ആവശ്യം ഉന്നയിക്കുന്നത് മറ്റാരുമല്ല, ദേവസ്വം ബോർഡും അതുപോലെ തന്നെ ഗവൺമെൻറ്റുമാണ്. ഈ കാര്യത്തിൽ ദേവസ്വം ബോർഡിന് വേണ്ടി ഹാജരായിരിക്കുന്ന ആളാണ് ഹൈക്കോടതിയോട് നിങ്ങൾ ഏതു നിലക്കുള്ള അന്വേഷണം തീരുമാനിച്ചാലും അന്വേഷണത്തിന് ഞങ്ങൾ സ്വീകരിക്കും. അതുപോലെ തന്നെ ഈ അന്വേഷണത്തിൽ ആര് കുറ്റക്കാരാണെന്ന് കണ്ടാലും അവരെത്ര വലിയവരാവട്ടെ അവരോട് ഒരു ദാക്ഷിണ്യവുമില്ലാതെ നിലപാട് സ്വീകരിക്കുമെന്ന് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി പറഞ്ഞു, ദേവസ്വം മന്ത്രി പറഞ്ഞു, ഗവൺമെന്റ് കൃത്യമായ നിലക്ക് പറഞ്ഞു. പിന്നെ ഈ UDF-ന്റെ കുറെ ആളുകൾ പഴയ ദേവസ്വം ബോർഡിന്റെ കേസിനകത്ത് വിജിലൻസ് കേസിൽ ഇപ്പോൾ നിൽക്കുന്നുണ്ട്, പ്രയാർ ഗോപാലകൃഷ്ണൻ അടക്കമെന്നുള്ളത് വിസ്മരിക്കണ്ട. അതുകൊണ്ട് ഏതെങ്കിലും നിലക്കുള്ള തെറ്റ് ആരുടെയെങ്കിലും ഭാഗത്തുനിന്ന് ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ അന്വേഷണത്തിൽ കണ്ടാൽ ഒരു ദാക്ഷിണ്യവുമില്ലാതെ LDF-ന്റെ ഗവൺമെന്റ് നടപടിയെടുക്കും. കാരണം മടിയിൽ ഇല്ലാത്തവന് വഴിയിൽ ഭയക്കേണ്ട യാതൊരു കാര്യമില്ല. അന്വേഷണം നടക്കട്ടെ, കുറ്റവാളികൾ ആരാണ്. ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്, ആരൊക്കെയാണ് വിലങ്ങണിഞ്ഞോ വിലങ്ങണിയാതെയോ ജയിലിൽ പോകുന്നതെന്ന് അന്വേഷണം കഴിയുമ്പോൾ കാണാം. കൃത്യമായിട്ട് അതാണ് LDF-ന്റെ നിലപാട്. ശരി, ഞാൻ വരാം പ്രകാശ് മാസ്റ്ററിലേക്ക്. മനുവിലേക്ക് പോവുകയാണ്. മനുപ്രസാദ്, വലിയൊരു മോഷണവും അതുപോലെ തന്നെ വലിയ ക്രിമിനൽ ക്രമക്കേടും ഒരു സ്പോൺസറിലും ഉദ്യോഗസ്ഥരിലും മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നാണോ? അതിനൊരു സാധ്യതയുണ്ടോ മനുപ്രസാദ്? ഇനി അങ്ങനെയാണ് ഒതുങ്ങി നിൽക്കുന്നതെങ്കിൽ കേരളത്തിലെ ഭരണകൂടം അമ്പേ പരാജയമെന്ന് ഭരണകൂടവും LDF-ഉം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തുറന്ന് സമ്മതിക്കുന്നത് നമ്മളങ്ങ് ഏറ്റെടുത്താൽ മാത്രം മതി. അങ്ങനെ അവർ സമ്മതിക്കുന്നില്ല എന്നുള്ളിടത്താണ് ഇതിൻ്റെ ഗൂഢാലോചനയും ഉദ്ദേശവും ഉണ്ട് എന്നും നമ്മൾ പറയുന്നത്. ഇവിടെ ഏറ്റവും നല്ലൊരു ഭരണമാണ്, കൃത്യതയോടുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യുന്നു എന്നാണ് അവർ അവകാശപ്പെടുന്നത്. എന്നാൽ വിശുദ്ധിയോടുകൂടി സമർപ്പണത്തോടുകൂടി ശബരിമലയിൽ സമർപ്പിക്കുന്ന സ്വർണം പോലും ഏതൊരുവിധ നിയന്ത്രണവുമില്ലാതെ കട്ടുകൊണ്ടുപോകാൻ പറ്റുന്ന സാമൂഹിക അന്തരീക്ഷം നാട്ടിൽ നിലനിൽക്കുന്നു എന്നു പുറത്തു വരുന്ന വാർത്തകൾ നമ്മൾ മനസ്സിലാക്കുന്നു. പ്രകാശം മാഷ് ബഹുമാനപ്പെട്ട അദ്ദേഹം സൂചിപ്പിച്ചു, CPM-ഉം BJP-യും കോൺഗ്രസും കൊണ്ടു നടന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയെന്ന്. 2 ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഒന്ന് സോണിയാഗാന്ധിയോടൊപ്പം, മറ്റൊന്ന് മുഖ്യമന്ത്രിയോടൊപ്പം. നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ നാട്ടിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ സ്വഭാവ രീതികളെന്ന്. അങ്ങനെ പെട്ടെന്നൊരാൾക്കും പോയിട്ട് അദ്ദേഹത്തിൻ്റെ കാതുകടിക്കുന്ന എന്തെങ്കിലും ഒരു വർത്തമാനം പറയാൻ പറ്റുന്ന സ്വാതന്ത്ര്യം കൊടുക്കുന്ന ഒരാളാണ് കേരളത്തിലെ മുഖ്യമന്ത്രി എന്നൊരു അഭിപ്രായം പൊതുസമൂഹത്തിനില്ല. ഇനി രഹസ്യമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പുറത്തില്ല, ഞങ്ങൾക്കറിയില്ല. എന്നാൽ ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെയാണ് കാതുകടിക്കുന്ന ഒരാളായി ചിത്രം പുറത്തു വരുന്നത്? സ്വർണം കടത്തുന്നവരുടെ കൂട്ടത്തിലെല്ലാം പ്രത്യക്ഷപ്പെടുന്ന ഒരാളായി കേരളത്തിലെ മുഖ്യമന്ത്രി മാറുന്നത് അവിശ്വസനീയമാണോ അവിചാരിതമാണോ എന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല. കാരണം സ്വപ്ന സുരേഷിനോടൊപ്പം പ്രത്യക്ഷപ്പെട്ടിരുന്നു, അങ്ങ് ഇവിടെ സൂചിപ്പിച്ചതുകൊണ്ട് അത് പറയുന്നതാണ്.
ഇന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയോടൊപ്പം പ്രത്യക്ഷപ്പെടുന്നു. ഇനി ഒരു കാര്യം ഇവിടെ പറഞ്ഞതെന്താണ്, വരാനിരിക്കുന്ന അന്വേഷണങ്ങളിൽ ആയർക്കെതിരെ ഞങ്ങൾ നടപടി സ്വീകരിക്കും, ഇവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നതാണ്. കേരളത്തിൻ്റെ സാഹചര്യത്തിൽ ഇതുവരെ ഇവർ അന്വേഷിച്ച് കുറ്റക്കാരെ കണ്ടെത്തി നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് മാതൃകാപരമായ ശിക്ഷ നടത്തിയ കേസുകൾ എത്രയാണ്? ഉദ്യോഗസ്ഥരിലോ ഉദ്യോഗസ്ഥ കേന്ദ്രങ്ങളിലോ ഇടനിലക്കാരിലോ ഒക്കെ ഒതുക്കി കേസുകളെ ഇല്ലാതാക്കുന്ന സമീപനമാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ നാളിതുവരെ നമ്മൾ കാണുന്നത്. ഇരു മുന്നണികളും അതിന് പരസ്പര പൂരകമായ ഒത്താശകൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു, 2019 മാത്രം നിൽക്കുന്ന അന്വേഷണങ്ങൾ ദേവസ്വം ബോർഡിൽ അതിനു മുൻപും ഇതിലേറെ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട്. ശബരിമല എന്ന് പറയുന്നത് സ്വർണം കക്കാനുള്ള ഇടം മാത്രമല്ല, വിശ്വാസികളോട് വിശ്വാസപൂർണമായ സമീപനങ്ങളെ സ്വീകരിക്കാത്ത, അതിനോട് യോജിപ്പില്ലാത്ത ഇത്തരം ക്ഷേത്രങ്ങളും ക്ഷേത്ര സംവിധാനങ്ങളുമൊക്കെ തകരണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇതൊക്കെ ലളിതമായി ചെയ്യാൻ പറ്റുന്നൊരു പ്രവൃത്തിയാണ്. ഒരു കാര്യം ഇവിടെ സൂചിപ്പിച്ചു, അവിടെ ലിഖിതമായൊരു നിയമമുണ്ട്. ആ നിയമത്തെ എല്ലാം ലംഘിച്ച് അവിടെ നിന്ന് ആ ദ്വാരപാലകരുടെ സ്വർണം പൂശിയ ചെമ്പ് തകിടുകൾ അവിടെ നിന്ന് പുറത്തു കൊണ്ടുപോകാൻ അനുമതിയില്ലാതെ സ്പെഷ്യൽ അനുമതി കൊടുത്തത് ആര്? ഇത്രയേറെ വീടുകൾ കയറിയിറങ്ങി 39 ദിവസം ഈ നാട് മുഴുവൻ ചുറ്റിക്കറങ്ങി നടക്കുമ്പോഴും ദേവസ്വം ബോർഡും പ്രസിഡൻറ്റും ദേവസ്വം മന്ത്രിയും അവിടെ ഉള്ളവരൊന്നും അറിഞ്ഞില്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് ഈ നാട്ടിലെ ഭക്തജനങ്ങൾ നൽകുന്ന പണം ഉപയോഗിച്ച് ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന ഒരു സംവിധാനം പ്രവർത്തിക്കുന്നത്? ആദ്യം ചെയ്യേണ്ടത് പിരിച്ചുവിടുകയല്ലേ? അതോടൊപ്പം ഈ ഭക്തജനങ്ങളുടെ എല്ലാം സംരക്ഷിക്കുമെന്ന് പറഞ്ഞ് ഹിന്ദു വിഭാഗത്തിന് മാത്രം ഒരു ദേവസ്വം ബോർഡുണ്ടാക്കി അതിനെ സർക്കാർ ഭരിക്കുന്ന ഒരു സംവിധാനം കൊണ്ടുവരുമ്പോൾ പറഞ്ഞത് ഞങ്ങൾ അത് സംരക്ഷിക്കുമെന്നുള്ളതാണ്. എന്നാൽ പുറത്തു വരുന്ന വാർത്തകൾ, വസ്തുതകൾ നാട് മുഴുവൻ ഊരു ചുറ്റി അയ്യപ്പൻ്റെ സ്വർണം കൊണ്ടൊരുത്തൻ നടന്നിട്ട് അത് കാണാതെ പോയ ഒരു ഭരണകൂടമാണ് നമ്മുടെ ഭരണകൂടം. അവർക്കൊന്നും ഇതിൽ ഒരു പങ്കുമില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ സാധ്യമല്ല. കഴിവില്ലായ്മയും കെടുകാര്യസ്ഥതയും ആണ് എങ്കിലും സ്വർണം കട്ടതാണെങ്കിലും നഷ്ടപ്പെട്ടത് ഹിന്ദുക്കൾ സമർപ്പണമായി നൽകിയ ഈ നാട്ടിലെ സമൂഹം സമർപ്പിച്ച ആ വിശ്വാസത്തിൻ്റെ പൊന്നിൻ തരികളാണ്. അത് കേവലം ഒരു സ്വർണം എന്നത് മാത്രമല്ല, അവരുടെ എല്ലാം പ്രതീക്ഷയുടെയും വിശ്വാസത്തിൻ്റെയും ഭാഗമായി നൽകിയ സമർപ്പണമാണ്. അതിനൊരു വിശ്വാസത്തിൻ്റെ പങ്കുണ്ട്. അതടിച്ചു മാറ്റുക എന്ന് പറയുന്നത് കേവലം അത്രയും മോശപ്പെട്ട ഒരു പ്രവൃത്തിയും സമീപനമാണ് സർക്കാർ തീരുമാനിച്ചത്. ഇതിൻ്റെ പിറകിൽ ഇതെല്ലാം പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാം, കേവലമായി നടന്ന ഒരു സംഭവമല്ല, കൃത്യമായ ആസൂത്രണവും പദ്ധതിയും ഇതിൻ്റെ പിറകിലുണ്ട്. ആരും കാണാതെ പോയതല്ല. 39 ദിവസമായിട്ടും അറിയാതിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഈ നാട്ടിൽ അരിയാഹാരം കഴിക്കുന്ന ഒരു സമൂഹം വിശ്വസിക്കില്ല എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്. പുറത്തു വരാനിരിക്കുന്ന അന്വേഷണങ്ങളുടെ വിവരങ്ങളെക്കുറിച്ചാണ് ഒരു ശിക്ഷയും എനിക്ക് നൽകിയില്ലല്ലോ എന്ന് പലരും ഇവിടെ ആവർത്തിച്ച് പറയുന്നത്. വരാനിരിക്കുന്ന കള്ളങ്ങളും അന്വേഷണങ്ങളുടെയും ഒക്കെ റിപ്പോർട്ടിൽ ഞങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും, തുറങ്കിലടിക്കാൻ പോകുന്നവരുടെ കൂട്ടത്തിൽ മന്ത്രിസഭയിൽ നിന്നും ആളുകൾ ഉണ്ടാവുന്ന നിലയിൽ ഒരു സംശയമില്ല. അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടാവും. ഇരു മുന്നണികളും ഇതെല്ലാം മറച്ചു പിടിക്കാനും പരസ്പരം ചെളിവാരി എറിഞ്ഞ് അന്തരീക്ഷത്തിൽ ചർച്ച മാറ്റാനുള്ള പരിശ്രമം നടത്തും. ഞങ്ങളിതിനെ കാര്യമാത്ര പ്രസക്തമായ ഇടപെടലുകൾ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന്. ശരി മനു, ഞാൻ മനുവിലേക്ക് വരാം. പ്രകാശൻ മാസ്റ്റർ, ഇപ്പോൾ മനുപ്രസാദ് പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഒരു അന്വേഷണം എത്തി നിൽക്കുക അത് സർക്കാരിലായിരിക്കുമോ? ഇതിൽ പ്രധാന അന്വേഷണം ഈ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് കേരളത്തിൻ്റെ അന്തരീക്ഷത്തിൽ വട്ടമിട്ട് പറക്കുന്നത് EDയും CBI ഒക്കെ ആണല്ലോ. അവരരിച്ചു പെറുക്കി അതിൻ്റെ എല്ലാം ഇദ്ദേഹം പറയുന്ന പോലെയല്ല, അതിൻ്റെ എല്ലാം റിപ്പോർട്ട് കോടതിയിൽ കൊടുത്തല്ലോ, അതിനെല്ലാം വിചാരണ നടക്കുകയാണല്ലോ. ഒറ്റ ഒന്നിലും പറഞ്ഞ് ആരെയും പ്രതിയാക്കാൻ അവർ കഴിഞ്ഞില്ലല്ലോ, കഴിയില്ല. എന്തുകൊണ്ടെന്നാൽ അത്തരം കാര്യങ്ങളിൽ എന്തെങ്കിലും വസ്തുത ഉണ്ടെങ്കിലല്ലേ കണ്ടുപിടിക്കാൻ വേണ്ടി കഴിയൂ, വെറുതെ ആക്ഷേപിച്ചിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി കഴിയൂ. പിന്നെ BJPക്കാർ ഇത്തരം കാര്യങ്ങൾ പറയാൻ തന്നെ അർഹതയുള്ളവരല്ല എന്ന അഭിപ്രായക്കാരാണ് ഞാൻ. കാരണം ആരാധനാലയങ്ങളെ ആയുധപ്പുരകളാക്കി മാറ്റി, നേരത്തെ ഇന്ത്യ രാജ്യത്തിൽ ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ട നിയമം പോലും ലംഘിച്ച് ഇനിയിപ്പോൾ 2 പള്ളി ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഞാൻ അമ്പലമാണെന്ന്, ബാക്കിയുള്ള പള്ളികളെല്ലാം അമ്പലങ്ങളാക്കി മാറ്റാൻ ശ്രമിക്കുന്ന ഇവർക്ക് ആരാധനാലയം അവരുടെ രാഷ്ട്രീയ ആയുധങ്ങളാണ്, ആയുധപ്പുരകളായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. അവർക്ക് ഇത്തരം കാര്യങ്ങൾ പറയാൻ അർഹതയുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പിന്നെ ഈ കാര്യങ്ങളെ സംബന്ധിച്ചപ്പോൾ കോൺഗ്രസിൻ്റെ പ്രതിനിധി പറഞ്ഞു, ഈ കാര്യങ്ങളെ സംബന്ധിച്ച് ആക്ഷേപം ഉന്നയിക്കപ്പെടുമ്പോൾ ആ ആക്ഷേപത്തോട് സ്വീകരിക്കേണ്ട നിലപാട് സംബന്ധിച്ചല്ലേ ഏറ്റവും ഗൗരവമായ നിലക്ക് എടുക്കേണ്ടത്. ഇതുപോലെ കൃത്യമായൊരു നിലപാട് ഏത് ഗവൺമെൻറ് എടുക്കാൻ വേണ്ടി കഴിയുക? ഇത് സംബന്ധിച്ച് അന്വേഷണം വേണം എന്ന് കോടതിയോട് ആവശ്യപ്പെടുക. എന്ത് അന്വേഷണം ഉണ്ടായാലും ആ അന്വേഷണം നിങ്ങൾ പിന്തുണക്കുമെന്ന് പ്രഖ്യാപിക്കുക. കുറ്റക്കാർ ആരെന്ന് കണ്ടാലും അവരെ ശിക്ഷിക്കുമെന്ന് പ്രഖ്യാപിക്കുക. അത്രമാത്രം സുതാര്യമായൊരു നിലപാട് സ്വീകരിക്കാൻ വേറെ ആർക്കാവും? അത് സാധിക്കുന്ന വെറുതെയല്ല. ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തെ സംബന്ധിച്ച് ഉന്നയിക്കുന്ന ആക്ഷേപത്തിൻ്റെ കാതൽ ഇവിടെ ഈ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിൻ്റെ നെടുന്തൂണായി നിൽക്കുന്നത്
അദ്ദേഹമാണ് എന്നുള്ളതുകൊണ്ടാണ്. അദ്ദേഹത്തെ തകർത്താലല്ലാതെ കേരളത്തിലെ പുതിയ ഗവൺമെന്റ് വരുന്നത്, LDF ഗവൺമെന്റ് വരുന്നത് തടയാനാവില്ല എന്നുള്ളതുകൊണ്ടാണ്. എന്നാൽ അവർക്ക് മനസ്സിലാക്കാൻ വേണ്ട ഒരു കാര്യം, എൻ്റെ ഒരു സംശയം ചോദിക്കട്ടെ. മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളോട് പറയുന്നത് കേട്ടു, ഈ ശബരിമല വിഷയത്തിൽ കൈവിലങ്ങണിഞ്ഞ് ആരൊക്കെയാണ് ജയിലിൽ പോകുക എന്ന് നമുക്ക് നോക്കിക്കാണാമെന്ന് അദ്ദേഹം പറഞ്ഞു. ശരിയാണ്, അന്വേഷണം നല്ല രീതിയിൽ നടക്കുന്നു എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. ഈ കൈവിലങ്ങണിഞ്ഞ് പോകാൻ സാധ്യതയുള്ളത് ഈ ഉദ്യോഗസ്ഥർ മാത്രമല്ലേ? അതിനല്ലേ സാധ്യതയുള്ളൂ? അതല്ലേ ഇപ്പോൾ ഈ വരുന്ന അന്വേഷണങ്ങളിലൊക്കെ നമ്മൾ കാണുന്നത്? അതിനു പിന്നിലും ചില രാഷ്ട്രീയ പ്രേരിതമായ കാര്യങ്ങളൊന്നുമില്ലെങ്കിൽ എങ്ങനെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലെയുള്ള ഒരാൾ ഇത്രയും നാൾ ശബരിമലയിൽ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇടപെടാനാവും? അതാണ് പൊതുജനത്തിൻ്റെ ഒരു സംശയം. മുഖ്യമന്ത്രിക്കും ഇക്കാര്യങ്ങളൊക്കെ അറിവുള്ളതല്ലേ? അല്ല, ഇതിൽ ഈ ദേവസ്വവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കാര്യങ്ങളുടെ കൃത്യമായ ഒരു നില മനസ്സിലാക്കിയാൽ ആ ആക്ഷേപത്തിന് വലിയ പ്രസക്തിയില്ല. ഇപ്പോൾ വന്നിടത്തോളം റിപ്പോർട്ടുകൾ വെച്ചുകൊണ്ട് ഈ പറയുന്ന ദ്വാരപാലക ശില്പവും അതുപോലെ തന്നെ അവിടെയുള്ള വാതിലുകളും പുറത്തു കൊണ്ടുപോകുന്നതിന് ദേവസ്വം ബോർഡ് തീരുമാനിച്ചതായിട്ട് ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയിട്ടില്ല. പിന്നെ ഇതിനെല്ലാം അവിടെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥ തിരുവാഭരണ സൂക്ഷിക്കാൻ തിരുവാഭരണ കമ്മീഷണറുണ്ട്. പക്ഷേ ശബരിമല പോലെ ഒരു സ്ഥലത്ത്, ക്ഷേത്രത്തിൽ അങ്ങനെ യാതൊരു ശ്രദ്ധയുമില്ലാതെ കാര്യങ്ങൾ നടത്തുക എന്നൊക്കെ പറഞ്ഞാൽ അത് തന്നെ വലിയൊരു വിരോധാഭാസമല്ലേ? അതിനൊക്കെ നിശ്ചയിക്കപ്പെട്ട ഇപ്പോൾ ഇടയ്ക്ക് പത്മകുമാർ പറഞ്ഞെങ്കിൽ ശ്രദ്ധിച്ചോ, ഞാൻ ഒരുപാട് കാലം അവിടുത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ടും അവിടുത്തെ നിലവറ ഞാൻ കണ്ടിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞെങ്കിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പോൾ അതിന് ഉത്തരവാദപ്പെട്ട ആളുകൾ അവിടെ ഓരോ മേഖല, ഇപ്പോൾ വിജിലൻസ് ഉദ്യോഗസ്ഥന്മാർ എവിടെയുണ്ട്, സ്ഥിരമുള്ളവരാണ്. അവർ തിരുവാഭരണ കമ്മീഷണർ എവിടെയുണ്ട്, സ്ഥിര ഉദ്യോഗസ്ഥരാണ്. അതുപോലെ തന്നെ അവിടെ വരുന്ന കാണിക്ക സംബന്ധിച്ച് കൃത്യമായ കണക്കെടുക്കാൻ ഒരു വിങ് തന്നെ എവിടെയുണ്ട് എന്ന് മാത്രം. അവിടെ ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഉത്തരവാദപ്പെട്ട ആളുകൾ പൂർണ്ണമായിട്ട് എവിടെയുണ്ട്, വിജിലൻസുകാർ എവിടെയുണ്ട്, ഈ വരുന്ന ഓരോ കാണിക്കയും കൃത്യമായി രേഖപ്പെടുത്താനുള്ള സംവിധാനം എവിടെയുണ്ട്. അതെല്ലാം നോക്കുന്നത് അവിടെയുള്ള ഔദ്യോഗിക സംവിധാനമല്ലേ? അതെല്ലാം ഈ പറയുന്നത് ദേവസ്വം ബോർഡാണോ കാര്യങ്ങൾ തീരുമാനിക്കുക? ഇന്ന പൈസ ഇന്നൊക്കെ കൊണ്ടുപോകണം, അങ്ങനെയല്ല തീരുമാനിക്കുക. ദേവസ്വം ബോർഡിന് അത്തരം കാര്യങ്ങളിലുള്ള കാര്യം കൂടി അന്വേഷിക്കുകയാണല്ലോ. അന്വേഷിച്ചോട്ടെ ഞങ്ങൾ പറഞ്ഞത്. ഈ ഉദ്യോഗസ്ഥരുടെ ബുദ്ധിമോശം കൊണ്ടായിരുന്നിരിക്കണം ചിലപ്പോൾ 2019 ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഇതൊക്കെ അറിഞ്ഞുകൊണ്ടും വീണ്ടും 2025 എന്തിന് അതിന് വീണ്ടും തയ്യാറായി, അവർക്ക് കൂട്ടു നിൽക്കാൻ എന്തിന് തയ്യാറായി, ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം നിൽക്കാൻ എന്തിന്? ഇപ്പോഴത്തെ ബോർഡ് മാറിയിട്ടുണ്ടാവാം, എന്നിരുന്നാൽ പോലും ബോർഡ് അംഗങ്ങൾ അവർക്കും അറിയില്ലേ കാര്യങ്ങൾ? അത് സംബന്ധിച്ച് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്ത് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇത് സംബന്ധിച്ചിടത്തോളമുള്ള ആക്ഷേപം ശ്രദ്ധിക്കപ്പെട്ടപ്പോൾ ഇത് എന്തായാലും അവിടെ ഈ റിപ്പോർട്ട് കൊടുക്കുന്ന തന്ത്രി ഇത് റിപ്പയർ ചെയ്യണം, കാരണം ഇത് ചെമ്പ് കാണുന്നു, അത് റിപ്പയർ ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടു. അതിനുശേഷം അവിടെ വന്ന് ഈ പറയുന്ന തിരുവാഭരണ കമ്മീഷണറും എക്സിക്യൂട്ടീവ് ഓഫീസറും അതുപോലെ വിജിലൻസിന് ആളുകൾ വന്ന് പരിശോധിച്ച് അവർ പറഞ്ഞു ഇത് എന്തായാലും പിന്നെ റിപ്പയർ ചെയ്യണം എന്നുള്ള വിഷയം ചർച്ച ചെയ്തപ്പോൾ അവിടെ ഈ പറയുന്ന സ്വർണം അവിടെ പൂശുന്നതിന് വേണ്ടി സ്പോൺസറായി നിൽക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് ഈ കാര്യത്തിൽ സംബന്ധിച്ച് എന്താണ് നില എന്നുള്ളത് ചോദിക്കുന്നു. അപ്പോൾ അതെല്ലാം പ്രശാന്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, 40 കൊല്ലത്തേക്കാണ് അവിടെ ഗ്യാരണ്ടി, അതുകൊണ്ട് അവിടെ കൊണ്ടുപോയാൽ അത് യാതൊരു പണവുമില്ലാതെ തിരിച്ച് അത് ചെയ്യാൻ വേണ്ടി കഴിയും എന്ന് അദ്ദേഹം പറയുന്നു. അപ്പോഴാണ് വീണ്ടും സംശയം വരുന്നത്, 2019 ഈ പാളികൾ കൊണ്ടുപോയത് ഇതേ ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ്. അന്നും അദ്ദേഹത്തിന് അറിയാമല്ലോ ഈ 40 കൊല്ലം നിൽക്കും ഇത് എന്നറിയാം, ഒരേ സ്ഥലത്ത് തന്നെയാണ്.